കോട്ടയത്തെ കെവിൻ എന്ന യുവാവിനെ മലയാളികൾ അത്ര വേഗം മറക്കാനിടയില്ല. 2018 മെയ് 27-നാണ് പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് ആ 23-കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കേരളത്തെ നടുക്കിയ ആ സംഭവം നടന്ന് 6 വർഷത്തിനിപ്പുറം വീണ്ടും ഒരു ദുരഭിമാന കൊല. കൊല്ലം ഇരവിപുരത്ത് മകളുമായി അടുപ്പം പുലർത്തിയ 19-കാരനെ കുത്തിക്കൊന്നത് പെൺകുട്ടിയുടെ പിതാവാണ്. കൊല്ലം ഇരവിപുരം സ്വദേശി അരുൺ ഷിജുവാണ് മരിച്ചത്. സംഭവത്തിന് പിന്നാലെ വഞ്ചിക്കോവിൽ സ്വദേശി പ്രസാദ് ശക്തികുളങ്ങര പോലീസിൽ കീഴടങ്ങി. പ്രസാദിൻ്റെ മകളും അരുണും തമ്മിലുള്ള പ്രണയത്തെ ചോദ്യം ചെയ്തതാണ് വാക്കേറ്റത്തിലും കൊലപാതകത്തിലും കലാശിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ കൊല്ലം ഇരട്ടക്കടയിലാണ് സംഭവം. ഇരവിപുരം സ്വദേശി പ്രസാദിന്റെ മകളെ അരുൺ ശല്യം ചെയ്യുന്നതായ ആരോപണത്തെ തുടർന്നുണ്ടായ വാക്കേറ്റവും സംഘർഷവുമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. കുറച്ച് ദിവസം മുമ്പ് പെൺകുട്ടിയെ പിതാവ് ബന്ധുവിന്റെ വീട്ടിലാക്കിയിരുന്നു. ഇവിടെ എത്തി പെൺകുട്ടിയെ കണ്ടെന്ന് ആരോപിച്ച പ്രസാദും അരുണും തമ്മിൽ ഫോണിലൂടെ വാക്കേറ്റമുണ്ടായി. ഇത് പരിഹരിക്കാൻ എന്ന പേരിൽ പ്രസാദിന്റെ ബന്ധുവീടായ കുരിപ്പുഴ വെസ്റ്റ് ഇരട്ടക്കട വലിയകാവ് നഗറിലെ വീട്ടിലേക്ക് യുവാവിനെ വിളിച്ചു വരുത്തി. ഇവിടെ വെച്ച അരുണും സുഹൃത്തും പ്രസാദുമായി വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാവുകയും തുടർന്ന് പ്രസാദ് കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത അരുണിന്റെ നെഞ്ചിൽ കുത്തുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലയ്ക്ക് ശേഷം പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. തന്റെ മകനും പ്രസാദിന്റെ മകളും തമ്മിൽ കുറച്ചു കാലങ്ങളായി അടുപ്പത്തിലായിരുന്നെന്നും മകനെ കരുതിക്കൂട്ടി വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നെന്നും അരുണിന്റെ മാതാവ് ആരോപിച്ചു. മദ്യപിച്ചു കഴിഞ്ഞാൽ പ്രസാദ സ്ഥിരമായി മകനെ വിളിച്ച ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ഇവർ പറയുന്നു. ഇയാൾ നമ്മളെ ഇറിറ്റേറ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞോണ്ടിരിക്കും. കാരണം നമുക്കറിയാം നമ്മളെയും ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇയാൾ ഇങ്ങനെ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അയാളുടെ അടുത്ത് സംസാരിക്കാനൊന്നും പോവരുതേ, പോവരുതേ. നമ്മൾ എന്ന് വെച്ചാൽ അയാളെ പ്രായമുള്ളതല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഇപ്പോൾ ആ പ്രായമല്ലല്ലോ, നിങ്ങൾ അവർ ഇവരെ എത്തുന്നത് വരെ അയാൾ പറയുന്ന എല്ലാം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ട് ഇങ്ങനെ ആയിട്ടിരിക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഉപദേശിക്കും. അപ്പോഴാണ് ഇവനെ വിളിച്ചത് അങ്ങോട്ട്, വാടാ നമുക്ക് സംസാരിച്ച് തീർക്കാറുണ്ട്. എപ്പോഴും ഏക്കങ്ങ് സംസാരം. ഇരുവരുടെയും വിവാഹം നടത്താമെന്ന പ്രസാദ് സമ്മതിച്ചിരുന്നു എന്നും അരുണിന്റെ ബന്ധുക്കൾ പറയുന്നു. മോൻ ഇടയ്ക്ക് കാണാൻ ചെല്ലാനായിട്ട് നിർബന്ധിച്ച് ചെല്ലുക അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരി വിളിക്കുന്ന സമയത്ത് അവനെ കാണണം. കാരണം അത്രയും ജെന്യൂൻ ആയിരുന്നു അവൻ്റെ സ്നേഹബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും മോളൊരു 17 വയസ്സ് കഴിയുമ്പോൾ വീണ്ടും വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഇത് നടക്കത്തില്ല, നീ ഒരു കാര്യം ചെയ്യുക, അവിടെ നിൽക്കി, തൽക്കാലം ഇപ്പോൾ അവിടെ നിൽക്കുമെന്നും പറഞ്ഞൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ തിരുവോണത്തിൻ്റെ തലേന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മക്കൾ തിരുവോണത്തിന് ഇവിടെ വരണം, എന്നതുപോലെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു. അന്ന് എന്തോ സംശയം കാരണം എൻ്റെ മോൻ പോയില്ല. ഞങ്ങൾ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾ പുള്ളിക്കാരൻ സമ്മതിച്ചതുമാണ്. പിന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. മകളും അരുണുമായുള്ള സൗഹൃദം താൻ എതിർത്തിരുന്നുവെന്ന് പ്രസാദ് പോലീസിന് മൊഴി നൽകി. സൗഹൃദത്തിൽ നിന്ന് പിന്മാറണമെന്ന് താൻ പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും അരുൺ വഴങ്ങാത്തതാണ് സംഘർഷത്തിന് കാരണമായത്. അരുൺ ആക്രമിച്ചപ്പോഴാണ് കുത്തിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. അതേസമയം നടന്നത് ദുരഭിമാനക്കൊലയാണെന്നാണ് യുവാവിന്റെ ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര.